Guys, I'm so happy today. Nevin is back and Noora is done. Thank you so much, guys. ആരോടെ ഈ താങ്ക്സ് എന്ന് പറഞ്ഞതിനെ പുറത്തുനിന്ന് എവിക്റ്റ് ആയിട്ട് തിരിച്ചു വന്നവരുണ്ടല്ലോ, അവർ കാരണമാണ് ആദിലും നൂറി ഔട്ടായി പോയത്. ദേ ഡിസേർവ് ഇറ്റ് ആക്ച്വലി. എന്നോ പുറത്തു കൊണ്ട ആൾക്കാരായിരുന്നു ആൻഡ് ടുഡേ ഇറ്റ്സ് ഡൺ. ആ ടോപ്പ് 5 എന്നുള്ള സ്വപ്നം പോയി കിട്ടി. എന്തായാലും നെവിൻ ഈസ് ബാക്ക്. ഇവർ എല്ലാവരും കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത സ്റ്റോറിയൊക്കെ വിശ്വസിച്ചു. അതിൽ വീഴാതിരുന്ന നമ്മുടെ ഷാനവാസും അനീഷും അക്ബറും ഷാനവാസും അനീഷും നെവിന് മാത്രമാണ് ഈ പുറത്തുനിന്ന് വന്നവർ സ്റ്റോറി വിശ്വസിക്കാതിരുന്ന് കളിച്ചത്. അതുകൊണ്ടാണ് നെവിനൊക്കെ ഇന്ന് അകത്തായതും. അക്ബറിന് കുറച്ചുകൂടെയൊക്കെ വോട്ട് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ആ മാനിപ്പുലേഷൻ സ്റ്റോറിയും ഡ്രാമയൊക്കെ നല്ലൊരു സ്ട്രോങ് ഗെയിമറായിരുന്നു അക്ബർ. പക്ഷേ ലാസ്റ്റ് കോളമാക്കി വിട്ടു. ആദ്യമില്ല നൂറ സൂപ്പർ. ഈ കൂതറ സ്വഭാവം എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലായി എന്താണ് ഈ കൂതറ സ്വഭാവം. ഘട്ടപ്പ എന്നൊക്കെ പറയുന്നതിൻ്റെ റിയൽ മീനിങ്ങിൻ്റെ പര്യായങ്ങളാണ് ഇവരൊക്കെ. ആൻഡ് ലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കാം. അന്നൊക്കെ എനിക്ക് തോന്നിയ ലക്ഷ്മി പറഞ്ഞ കുറച്ച് ഹേർട്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത്. പക്ഷേ ഇവരുടെ സ്വഭാവം വെച്ച് കണ്ടപ്പോൾ മനസ്സിലായി വീട്ടിൽ കയറ്റാൻ പറ്റാത്തവർ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഒരു ബിൻസീനെയും ഷൈത്തേനെയും റെന ഫാത്തിമയും അതുപോലെ ആദില നൂറനെയൊക്കെ പോലെയുള്ള ആൾക്കാർ ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ടല്ലോ, ജീവിതം കട്ടപ്പോകയാണ്. എസ്പെഷ്യലി ആദില നൂറ കേട്ടോ. ബാക്കിയുള്ളവർ പിന്നെ ഓക്കെ. നിങ്ങൾ രണ്ടും ടോക്സിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. എന്തായാലും വാട്ട് എവർ ഇനി പറഞ്ഞത് കാര്യമില്ല. ഡേവിഡ് ഈസ് ബാക്ക് ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്.